ഈശോയിൽ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നാളെ മെയ് 13-ാം തീയതിയാണ്. വളരെ പ്രത്യേകതയുള്ള ഒരു ദിവസമാണ്. മെയ് മാസം അനുഗ്രഹിക്കപ്പെട്ട ദിവസങ്ങളാണ്, മാസമാണ്. ഒപ്പം തന്നെ പരിശുദ്ധ അമ്മയോട് നമ്മൾ കൈപിടിച്ചൊക്കെ മുന്നോട്ട് യാത്ര ചെയ്യുമ്പോൾ മെയ് 13-ാം തീയതി ഒരു പ്രത്യേകത മറക്കരുത്. നാളെ ഫാത്തിമ മാതാവിൻ്റെ തിരുനാളാണ്. ഡോണ്ട് ഫർഗെറ്റ്. ഒരു ജപമാല ചെല്ലാൻ ഒരിക്കലും, ഒരു സ്പെഷ്യൽ എക്സ്ട്രാ ഒരു ജപമാല ചെല്ലാൻ വേണ്ടി നാളെ ഒന്ന് ശ്രദ്ധിക്കണമെന്ന് സ്നേഹത്തോട് ഓർമ്മിപ്പിക്കുകയാണ്. പരിശുദ്ധ അമ്മ നമ്മളെ ചേർത്ത് പിടിച്ച് ഇങ്ങനെ മുന്നോട്ടുള്ളൊരു യാത്രയിൽ ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് ഒരു കുഞ്ഞു കാര്യമാണ്. നമുക്കറിയാലോ, എപ്പോഴും ഒരുപോലെ ഉന്മേഷമൊന്നും ഉണ്ടാവത്തില്ല, എപ്പോഴും ഒരുപോലെ തീക്ഷ്ണതയൊന്നും ഉണ്ടാവത്തില്ല. ചിലപ്പോൾ ഇങ്ങനെയൊക്കെ ഡൗണായി പോകാം, ഡള്ളായി പോകാം, മുന്നോട്ട് ഇനി പോകണ്ട എന്നൊക്കെ തോന്നിപ്പോകുന്ന സമയങ്ങൾ വരാം. ഇന്നലെ നമ്മൾ പറഞ്ഞില്ലേ, യു ഹാവ് എ ടുമോറോ. പക്ഷേ ഈ ടുമോറോ ഇങ്ങനെ നീണ്ടു നിൽക്കുമ്പോൾ, നാളെ ഇങ്ങനെ നീണ്ടു പോകുമ്പോഴത്തേന് അനുഗ്രഹം ഒന്നും കാണുന്നില്ലോ, പ്രാർത്ഥിച്ചതിന് ഒരു ഉത്തരം കാണുന്നില്ലോ എന്നൊക്കെ പറയുമ്പോൾ ചിലപ്പോൾ ഒരു മടിയും മടുപ്പും ഉന്മേഷക്കുറവും ഒക്കെ നമുക്ക് തോന്നും. ബൂസ്റ്റും ഹോർലിക്സും ഒന്നും നമുക്ക് കുടിക്കാൻ നിൽക്കേണ്ട, പൈസ പോകും. നമുക്ക് ഒറ്റ കാര്യം വേണം, എന്താണെന്നറിയോ? ഈ പരിശുദ്ധ അമ്മയെന്ന് പഠിക്കേണ്ട ഒരു വലിയ പാഠമുണ്ട്. എലീശ ഗർഭിണിയായ വിവരം കേട്ടപ്പോൾ എങ്ങനെ പോയെന്നാ ജപമാലയുടെ സന്തോഷത്തിന്റെ രണ്ടാം രഹസ്യത്തെ നമ്മൾ ധ്യാനിക്കുക. തിടുക്കത്തിൽ ഇങ്ങനെ ഓടി മലമ്പ്രദേശം ഓടിക്കേറുന്നത് നമ്മൾ കാണുന്നുണ്ട്. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, മിടുക്കിയായ ഒരു പെങ്കൊച്ച് നല്ല തീക്ഷ്ണതയോടെ ഓടിക്കേറുന്നു. റീസൺ എന്താണെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ, മറിയം ജിമ്മിൽ പോയി വർക്കൗട്ട് ചെയ്തു, അതുകൊണ്ട് കാലുകൾക്ക് നല്ല ബലമായിരുന്നു ഒന്നുമല്ല, ചെറുപ്പത്തിന്റെ ഒരു തിളപ്പായിരുന്നു. നോ, അല്ല. ഉള്ളിൽ ആരുണ്ട്? പരിശുദ്ധാത്മാവ് നിന്റെ മേൽ വരും, അത്യുന്നത ശക്തി നിന്റെ മേൽ ആവസിക്കും. ഉള്ളിൽ ആര് രൂപം കൊണ്ടിട്ടുണ്ട്? ഈശോ രൂപം കൊണ്ടിട്ടുണ്ട്. ഈശോ ഉള്ളിലുണ്ടെങ്കിൽ നമുക്ക് പിന്നെ മലമ്പ്രദേശം ഒന്നും മലമ്പ്രദേശമല്ല. നമുക്ക് പിന്നെ ഈ മടിയും മടുപ്പും ഒന്നും പാടില്ല. ഓടിക്കോണം. അത് മലയാണേലും കുന്നാണേലും ഓടിക്കോളുക. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, പറഞ്ഞതുപോലെ ഇറ്റ്സ് നോട്ട് ഈസി ടു ബി ആക്റ്റീവ് എവറി ടൈം. എപ്പോഴും അങ്ങനെ ആക്റ്റീവ് ആയിട്ടിരിക്കാനോ തീഷ്ണതയോടെ ഇരിക്കാനോ, അതിപ്പോൾ നമ്മുടെ ആത്മീയ ജീവിതത്തിലാവട്ടെ ഭൗതിക ജീവിതത്തിലാവട്ടെ, ക്ഷീണം വന്നേക്കാം, മടുപ്പ് വന്നേക്കാം, മതി എന്നൊക്കെ തോന്നിപ്പോയേക്കാം. നമുക്ക് ഒന്ന് റീവർക്ക് ചെയ്തെടുക്കണമെങ്കിൽ, ഒന്നുകൂടെ ഒന്ന് ഉഷാറാവണമെങ്കിൽ, ഒന്നുകൂടെ നോക്കാമെന്ന് പറയാനൊരു പ്രത്യാശയുടെ തിരി വേണമെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം എന്നറിയോ? ഉള്ളിൽ ആര് വേണം? ഈശോ വേണം. ഉള്ളിൽ ഈശോ രൂപം കൊണ്ടത് കൊണ്ടാണ് പരിശുദ്ധ മറിയം ഈ മലമ്പ്രദേശം തിടുക്കത്തിൽ ഓടിച്ചെന്നത്. നമുക്ക് ഓടാനുണ്ട് ഒത്തിരി മലകൾ, ഒത്തിരി കുന്നുകൾ ചവിട്ടി കയറാണ്ട്. ആരും നമ്മളെ എടുത്തുകൊണ്ട് പോകത്തില്ല, ഒരു ലിഫ്റ്റും ഇല്ല. നമ്മളെ തന്നെ ചവിട്ടി കയറിയേ മതിയാവുള്ളൂ. പകുതി നടക്കുമ്പോൾ ചിലപ്പോൾ നമ്മൾ മടുക്കും, കിതയ്ക്കും, മതിയും തോന്നും, കുത്തിയിരിക്കും. അപ്പത്തേനും പാറ പൊള്ളും, നമ്മൾ ഓടേണ്ടി വരും. ഓടിയേ മതിയാവും. ഉള്ളിൽ ഈശോ ഉണ്ടെങ്കിൽ നമുക്ക് പിന്നെ നിൽക്കാൻ തോന്നത്തില്ല, ഇരിക്കാൻ തോന്നത്തില്ല, ഓടാൻ തോന്നും. പ്രത്യേകിച്ച് നമ്മുടെ ആത്മീയ ജീവിതത്തിൽ എവിടെയെങ്കിലുമൊക്കെ ഒരു തീക്ഷ്ണത നഷ്ടപ്പെട്ട് പ്രാർത്ഥിക്കാനൊന്നും പറ്റണില്ല, പഴയതുപോലെ ഒന്നും ബൈബിൾ വായിക്കാൻ പറ്റണില്ല, വചനം കേൾക്കാൻ പറ്റുന്നില്ല, പഴയൊരു തീക്ഷ്ണത തീയൊക്കെ അങ്ങ് കെട്ടുപോയി തോന്നിയിട്ടുണ്ടെങ്കിൽ പ്രാർത്ഥിക്കുക. ഈശോയെ ഒന്നുകൂടെ എൻ്റെ ഉള്ളിലേക്ക് വരണേന്ന് പ്രാർത്ഥിക്കുക. നമ്മുടെ പ്രിയപ്പെട്ട ബെനഡിക്റ്റ് പാപ്പ പറയുന്ന ഒരു കാര്യമാണ്, സുന്ദരമായ കാര്യമാണ്. യുവജനങ്ങളെ ഫോക്കസ് ചെയ്തുകൊണ്ട് പറയുന്ന ഒരു കാര്യമാണ്, യൂത്ത് ടച്ച് ക്രൈസ്റ്റ്. യുവാവേ, യുവതി, ഈശോയെ തൊടുക. നീ തൊടാൻ ആഗ്രഹിക്കുമ്പോൾ ഈശോ നിന്നെ തൊടുകയല്ല, ഈശോ നിന്റെ ഉള്ളിലോട്ട് വരുന്നു. നീ ഈശോയെ തൊടാൻ ആഗ്രഹിക്കുമ്പോൾ, മീൻസ് ഒരു എൻകൗണ്ടർ, ഒരു എക്സ്പീരിയൻസ് ഉണ്ടാകാൻ വേണ്ടി നീ ആഗ്രഹിക്കുമ്പോൾ, ഈശോ നിന്റെ അടുത്ത് ചുമ്മാ വരികയല്ല, നിന്നെ തൊടുകയല്ല, ഹി വിൽ കം ഇൻസൈഡ് യു, നിന്റെ അകത്ത് വരും. എന്നിട്ട് ബെനഡിക്റ്റ് പാപ്പ പറയുന്നത് ഇതാണ്, ഈശോ അകത്ത് വന്ന ഒരു യുവാവ്, യുവതി, ഹി ഓർ ഷീ ഈസ് ലൈക്ക് ഇങ്ങനെ പറയാണ്. ഇംഗ്ലീഷൊക്കെ പറഞ്ഞ് കൊളായി പോകുന്നൊന്നും വായിച്ചത് അങ്ങനെ ആയതുകൊണ്ട് ഓർമ്മയിൽ അങ്ങനെ നിൽക്കുകയാണ്. പ്രിയപ്പെട്ട സോറികൾ, ബെനഡിക്റ്റ് പാപ്പ പറയുന്നത് ഇങ്ങനെയാണ്, മലയാളത്തിൽ ബെനഡിക്റ്റ് പാപ്പ പറയുന്നത് ഇങ്ങനെയാണ്: ഈശോയെ ഉള്ളിൽ കൊണ്ട് നടക്കുന്ന ഒരു യുവാവ് അത് ഉള്ളിൽ തീ കൊണ്ട് നടക്കുന്ന പോലെയാണ്. ലൈക്ക് ക്യാരിങ് ദ ഫയർ. ഉള്ളിൽ തീ കൊണ്ട് നടക്കുന്ന പോലെയാണ് ഈശോ ഉള്ളിൽ വന്ന ഒരാൾ. ഉള്ളിൽ തീ കൊണ്ട് നടക്കുന്ന പറഞ്ഞാൽ അത്ര എളുപ്പമാണോ? ഇത് ഇരിക്കപ്പുറത്ത് കിട്ടത്തില്ല. എങ്ങനെയെങ്കിലും ഇതുകൊണ്ട് മുമ്പോട്ട് ഓടിക്കൊണ്ടിരിക്കാൻ വേണ്ടി തോന്നും. ഈ ഫയർ ഉള്ളിൽ കയറിയാൽ എങ്ങനെയെങ്കിലും ഈ ഫയർ മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്യാൻ വേണ്ടി അതീവ തീക്ഷ്ണത നമ്മുടെ ഉള്ളിൽ ഉണ്ടാവുന്ന ബെനഡിക്റ്റ് പാപ്പ പറയുക. ഒരു തീക്കൊള്ളി, തീക്കനൽ, തീപ്പന്ത ഉള്ളിൽ കൊണ്ട് നടക്കുന്ന പോലെയാണ് ഈശോ ഉള്ളിൽ വന്ന ഒരാൾക്ക്. പ്രിയപ്പെട്ട സൗരങ്ങളെ, നമുക്ക് എത്രയോ തവണ ഇങ്ങനൊരു ജീസസ് എൻകൗണ്ടർ, ഈശോ എക്സ്പീരിയൻസ് ഉണ്ടായിട്ടുണ്ട്. തീ ഉള്ളിൽ കയറിയിട്ടില്ലേ? കെട്ടൊന്നും പോയിട്ടില്ലടോ. ഉള്ളിൽ ആ കനൽ ഇപ്പോഴും കിടപ്പുണ്ട്. തീക്ഷ്ണത ചിലപ്പോൾ കുറഞ്ഞു പോയി കാണും, അതുകൊണ്ട് തീ ചിലപ്പോൾ ഒന്ന് ചാഞ്ഞു കാണും. ഈ തീക്കനലിൻ്റെ മേൽ ഇപ്പോഴും പരിശുദ്ധാത്മാവ് കാറ്റടിക്കാൻ ആഗ്രഹിക്കുന്നുണ്ട്. പരിശുദ്ധ അമ്മയുടെ മേൽ പരിശുദ്ധാത്മാവ് ഇറങ്ങി വന്ന പോലെ നമ്മുടെ ഉള്ളിലേക്ക് ആ പരിശുദ്ധാത്മാവ് ഒന്നുകൂടെ ഒന്ന് കാറ്റടിച്ചാൽ ഈ കനൽ എരിഞ്ഞ് വീണ്ടും കത്തും. ഈശോയാകുന്ന തീ കത്തിയാൽ നിനക്ക് പിന്നെ ഇരിക്കപ്പുറതി ഉണ്ടാവില്ല. തിടുക്കത്തിൽ നീ മലമ്പ്രദേശം ഓടിക്കേറും. സോ റൺ, മുമ്പോട്ട് ഓടുക. ഉള്ളിൽ ആര് വേണം? ഈശോ വേണം. ഉണ്ടെങ്കിൽ ഏത് മലമ്പ്രദേശവും നമുക്ക് ഓടിക്കയറാൻ പറ്റും. പ്രിയപ്പെട്ട സഹോദരങ്ങൾ, ഇന്ന് രാത്രി കിടന്നുറങ്ങുന്നതിന് മുമ്പ് ഓടാനൊരു കൃപയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കുക. മുന്നോട്ട് നീങ്ങാൻ. മുമ്പിൽ വലിയ പ്രതിസന്ധികളാണോ? നാളെ നിങ്ങൾക്ക് ചിലപ്പോൾ ഒരു മല കയറേണ്ടതുണ്ടാകാം. നാളെ നിങ്ങൾ തിടുക്കത്തിൽ ചില കാര്യങ്ങൾ ചെയ്യേണ്ടതുണ്ടാകാം. നാളെ സബ്മിറ്റ് ചെയ്യേണ്ട പേപ്പറുകളുണ്ട്. നാളെ ലാസ്റ്റ് ഡേ ആണ് ചില കാര്യങ്ങൾക്ക്. നാളെയും കൊണ്ട് കംപ്ലീറ്റ് ചെയ്യേണ്ട ചില ടാർഗറ്റുകളുണ്ട്. ഹൗ ഡു യു ഫിനിഷ്? മടുക്കുകയാണ്, മടുത്ത് ആരും സഹായിക്കാനില്ല. ഈ മല നീ തന്നെ ചവിട്ടിക്കയറിയേ മതിയാവുള്ളൂ. ബട്ട് യു ഹാവ് എ ഹെൽപ്പ്. മോളിൽ നിന്നൊരു സഹായമുണ്ട്. ആ മോളിൽ നിൽക്കുന്നൊരു സഹായമല്ല, ഉള്ളിൽ വന്ന് നിൽക്കുന്നൊരു സഹായമാണ്. അത് ഈശോയാണ്.
ഈശോയെ ഒന്നും കൂടെ ഉള്ളിൽ ഒന്ന് എഴുന്നേൽപ്പിക്കുക. എന്നിട്ട് എഴുന്നേറ്റ് ഓടും. ഇന്ന് രാത്രി എഴുന്നേറ്റ് ഓടല്ലേ, ഇന്ന് രാത്രി ശാന്തമായിട്ട് കിടന്നുറങ്ങുക. ടുമോറോ ഗെറ്റ് അപ്പ് ആൻഡ് റൺ. അതാണ് നമ്മുടെ മുമ്പിലുള്ള ഒരേ ഒരു ഓപ്ഷൻ. ഈശോയെ സ്വീകരിച്ചവർ, പരിശുദ്ധാത്മാവിന്റെ ശക്തി സ്വീകരിച്ചവർ, പരിശുദ്ധ അമ്മയുടെ കൈ പിടിച്ചവർ മുമ്പോട്ട് ഓടണം. മലമ്പ്രദേശമായാലും കൊട്ടുപടിയായാലും ഓടിയാൽ മതിയാവൂ. നന്നായിട്ട് ഓടാൻ കർത്താവ് കൃപ നൽകട്ടെ. നമ്മുടെ കർത്താവ് ഈശോ മിശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിന്റെ സ്നേഹവും പരിശുദ്ധാത്മാവിന്റെ സഹവാസവും കൂടെ ഉണ്ടായിരിക്കട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ. ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ.